ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിനായി പ്രത്യേക പ്രചാരണ തന്ത്രം മെനയാൻ CPI. BJPയും കോൺഗ്രസും പ്രചാരണം കൊഴുപ്പിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആവശ്യമുയർന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ കാത്തു നിൽക്കരുതെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ ബ്രേക്കി. സുരേഷ് ഗോപിയെ മുൻനിർത്തി BJP നടത്തുന്ന പ്രചാരണ പരിപാടികളാണ് തെരഞ്ഞെടുപ്പിന് മുമ്പേ തൃശൂരിനെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയത്. 2 തവണ തൃശൂർ സന്ദർശിച്ച പ്രധാനമന്ത്രി തന്നെ പ്രചാരണം നയിക്കുന്നുവെന്ന പ്രതീതി ഉള്ളതിനാൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സവിശേഷ ഇടപെടൽ വേണമെന്നാണ് CPIയുടെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് തൃശൂരിനായി പ്രത്യേക തന്ത്രം ആവിഷ്കരിക്കുന്നത്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും തൃശൂരിൽ വലിയ പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഇതുകൂടി കഴിഞ്ഞ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം ആവിഷ്കരിക്കാമെന്നാണ് CPI എക്സിക്യൂട്ടീവിലെ ധാരണ. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമെന്ന നിലയിൽ ജില്ലയിലെ നേതാക്കളുമായി കൂടിയാലോചിച്ച് തന്ത്രം മെനയും. ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയതിനാൽ തൃശൂർ തിരിച്ചുപിടിക്കാനാകുമെന്നാണ് CPIയുടെ കണക്കുകൂട്ടൽ. പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ഇന്നലെ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം സ്ഥാനാർത്ഥികളെ നടത്തുന്ന പതിവ് രീതി മാറ്റിവെക്കണമെന്നാണ് ആവശ്യം. ചില മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥി ആയിരുന്നത് വിജയത്തിൽ നിർണായക ഘടകമാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയെ നേരത്തെ കളത്തിലിറക്കുന്നത് പ്രചരണ രംഗത്ത് ഗുണം ചെയ്യുമെന്നും എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. പുതിയ കാലത്ത് രാഷ്ട്രീയം അടിമുടി മാറുകയാണ്. കമ്മ്യൂണിസ്റ്റ് സംഘടനാ ശൈലിയിലുള്ള സാമ്പ്രദായിക രീതികൾ പിന്തുടർന്നാൽ ന്യൂജൻ കാലത്ത് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് പാർട്ടി നേതൃത്വം തന്നെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം നേരത്തെ വേണമെന്ന ആവശ്യം CPIയിൽ ഉയരാൻ കാരണം. റിപ്പോർട്ടർ ആർ ശ്രീജിത്തിൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.